പ്രിയ സുഹൃത്തെ, വെറും സമ്പത്തല്ല, എങ്ങനെ തകർക്കാനാകാത്ത സമ്പത്ത് നേടാം എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം വളരെ ലളിതമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ തങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളെ വലിയൊരു ആഗ്രഹമാണ് ഒരു സമ്പന്നനായിട്ട് മാറണമെന്ന്. എന്നാൽ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഇനി സമ്പന്നനായാൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ പലരും തന്നെ പാപ്പരായി തീരുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാം, അതാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം നമ്മളിൽ ഒരു മിക്കവർ തന്നെ സമ്പന്നരാകുന്നില്ല? അതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ സംബന്ധിച്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പം നോർമലി നമ്മളെല്ലാവരും ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ മേക്ക് മണി, നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ മേക്ക് മണി ചെയ്യുന്നത് ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ ഇപ്പം കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കുറേ ആൾക്കാർ എംപ്ലോയി എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ പണം സമ്പാദിക്കുന്നുണ്ട്. ഈ പണം നമ്മൾ നേരെ നോർമൽ സിറ്റുവേഷനിൽ, അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്കവരും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എമൗണ്ട്, അതായത് പണം നമ്മൾ ഏൺ ചെയ്യുന്നു, ഈ പൈസ നേരെ കൊണ്ടുപോയി നമ്മൾ സ്പെൻഡ് മണി നേരെ കൊണ്ടുപോയി നമ്മൾ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പെൻഡ് മണി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ നീഡ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, നമ്മളെ ആവശ്യം. രണ്ടാമതായിട്ട് വരുന്നത് നമ്മളെ വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. അതായത് നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ മൊത്തം കൊണ്ടുപോയി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അത് രണ്ട് രീതിയിൽ നീഡിലേക്ക് പോകുന്നുണ്ട്, വാണ്ടിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എന്താണ് നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് നീഡ് വേഴ്സസ് വാണ്ട്, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നീഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫുഡ് എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതേസമയം ഇപ്പം എനിക്കൊരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ KFC അല്ലെങ്കിൽ തന്നെ മക്ഡൊണാൾഡ്, ഇതിൽ നിന്ന് എനിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ളത് അതെൻ്റെ ആവശ്യമല്ല, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഉടുക്കുക എന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആവശ്യമാണ്. കാരണം ഡ്രസ്സ് ഉടുക്കാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, നമ്മളെ ആവശ്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ഡ്രസ്സ് വേണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതായത് ഡ്രസ്സ് ഒരു നീഡാണ്, പക്ഷേ ബ്രാൻഡഡ് ഡ്രസ്സ് എനിക്ക് ഇടണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിൽ കാർ എന്നുള്ളത് മിക്ക ഫാമിലിയെ സംബന്ധിച്ചും അവരുടെ ബേസിക് നീഡാണ്. പക്ഷേ ഒരു ലക്ഷറീസ് കാർ വേണമെന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രീമിയം കാർ വേണമെന്നുള്ളത് നമ്മൾ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അതായത് നീഡ് എന്ന് പറഞ്ഞൊരു കാര്യം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മളുടെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ മിക്ക ആൾക്കാരുടെയും ഞാൻ കണക്കൂട്ടി നോക്കിയ സമയത്തും എൻ്റെ പേഴ്സണലും കണക്കൂട്ടി നോക്കിയ സമയത്തും എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നീഡ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ടോട്ടൽ എക്സ്പെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 25% to 40% ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ ഈ ഒരു എമൗണ്ട് മതി. പക്ഷേ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു 60% to 75% വരുന്നത് മിക്കവരുടെയും എക്സ്പെൻസിൽ ഈ വാണ്ട് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 60 to 70% എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ തുക നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ നമ്മൾ ഈ പഴയ സ്ലൈഡ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളെ നീഡും വാണ്ടും നമ്മൾ എവിടെ നിന്നാണ് ഫുൾഫിൽ ചെയ്യുന്നത്? നമ്മൾ വരുമാനം ഏൺ ചെയ്യുന്ന മേക്ക് മണി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൽ നിന്നാണ് നമ്മളെ നീഡും വാണ്ടും ഫുൾഫിൽ ചെയ്യാൻ ഇപ്പം നിലവിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഞാൻ 2012 ഞാൻ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങുന്നത്. 2012 ഞാൻ ആദ്യം വാങ്ങിയത് സെന്നാണ്. അതിന് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് സെന്നാണ്. 1.1 ലാക്കാണ് അതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത്. ഈ ഒരു കാറ് ഞാൻ ഏകദേശം ഒരു വർഷം ഞാൻ ഉപയോഗിച്ചുള്ളൂ. 2013 ഞാൻ പുതിയ ഓൾട്ടോ വാങ്ങി. അപ്പോൾ ആ സമയത്ത് ആ കാറിന് വന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.25 ലാക്കാണ്. അതിനുശേഷം 2018 ഞാൻ ബലെനോ വാങ്ങി. അന്ന് ഏകദേശം ഒരു 9.5 ലാക്കാണ് എനിക്ക് ബലെനോ വാങ്ങുന്നതിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഞാൻ ഫോർച്യൂണർ വാങ്ങി. ഇതിനു വേണ്ടി ഞാൻ 60 ലക്ഷം രൂപയാണ് ഞാൻ മുടക്കിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻ്റെ ഒരു ഇത് എന്നെ സംബന്ധിച്ച് ഒരു നീഡാണ്. കാരണം ബലെനോ, കാരണം എൻ്റെ ആ ഒരു ഇതനുസരിച്ച് എനിക്ക് അത്യാവശ്യം ഈ കാറ് മോശമായതുകൊണ്ടൊന്നുമല്ല ഞാൻ വിറ്റത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഫോർച്യൂണർ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ വാങ്ങിയത്. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞത് ഒരു വ്യക്തി ഒരു ബിസിനസ് ഓണറാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കമ്പനി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് ഒരു മെഷീനറീസ് വേണം. അത് അവരുടെ ഒരു ടൂളാണ്. അവരെ സംബന്ധിച്ച് അതൊരു അസറ്റുമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇത്രയും വലിയൊരു കമ്പനി റൺ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചും ഈ ഒരു സംഭവം എനിക്കൊരു ടൂൾ പ്ലസ് അസറ്റ് ആയതുകൊണ്ട് ഒരു ബിസിനസ് അസറ്റാണ് എന്നെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് ഒരു ബിസിനസ് ടൂളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബലെനോയിൽ നിന്ന് നേരെ ഫോർച്യൂണറിലേക്ക് മാറിയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പം ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 17 വർഷം 2007 തുടങ്ങി ഈ ബിസിനസ്സിലുണ്ട്. 17 ഇയേഴ്സ്. ഇപ്പം നിലവിൽ 300 കോടി രൂപയാണ് നമ്മൾ അസറ്റ്സ് നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത്. അതിൽ ഏകദേശം 100 കോടിയിലധികം ബിസിനസ് ജനറേറ്റ് ചെയ്തത് ഞാൻ ഈ കാർ വാങ്ങിയതിന് ശേഷം. അതായത് കഴിഞ്ഞ ഏകദേശം ഒരു 6-7 മാസം കൊണ്ടാണ് ഈ 300 കോടിയിൽ 100 കോടി രൂപയുടെ ബിസിനസ്സും ജനറേറ്റ് ചെയ്തത്. അതിനർത്ഥം വേറെ ഒന്നുമല്ല, ഈ ഫോർച്യൂണറിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ട് കഴിഞ്ഞ 6 മാസം കൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് എൻ്റെ ബിസിനസ്സിലൂടെ തന്നെ എനിക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കാരണം ഇതൊരു ബിസിനസ് ടൂളാണ്. ഇപ്പം ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ ബലെനോയിൽ പോകുന്നതും ഫോർച്യൂണറിൽ പോകുന്നതും 2 ഇമ്പാക്റ്റാണ്. ഇപ്പം ഞാനൊരു മീറ്റിങ്ങിൽ പോകുമ്പോൾ കാരണം ഞാൻ ഈ 300 കോടി 200 കോടി 400 കോടിയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെറിയ ഒരു ബലെനോ ഓടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ആൾക്കാർ കാണുന്ന സമയത്ത് അത് എൻ്റെ ബ്രാൻഡ് വാല്യൂവിനെ അത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അതേസമയം ഞാനൊരു പ്രീമിയം കാറിൽ പോകുന്ന സമയത്ത് അത് എന്നെ വളരെ പോസിറ്റീവായിട്ട്. അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ 6 മാസം കൊണ്ട് ഏകദേശം 100 കോടിയിലധികം രൂപയുടെ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നതിന് എന്നെ സംബന്ധിച്ച് ഈ ഒരു ടൂള് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് എക്സ്പെൻസാണ്. ബിസിനസ്സിലൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ്. എനിക്ക് ഡിപ്രിസിയേഷൻ ഉപയോഗിക്കാം. എനിക്ക് ടാക്സേഷൻ ബെനിഫിറ്റും എന്നെ സംബന്ധിച്ച് ഈ ഒരു സംഭവത്തിൽ ഇത് ചെയ്യും. പക്ഷേ സാധാരണ ഒരു എംപ്ലോയി കാറ്റഗറിയെ സംബന്ധിച്ച് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോ, എന്നെ സംബന്ധിച്ച് ഞാൻ ബലെനോയിൽ നിന്ന് നേരെ ഫോർച്യൂണിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഈ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് അസറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് ബലെനോയിൽ നിന്ന് ഫോർച്യൂണറിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തകർക്കാനാകാത്ത ഒരു സമ്പത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മേക്ക് മണി ഉണ്ട്. അപ്പോൾ ഈ മേക്ക് മണിയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ നീഡിന് വേണ്ടിയുള്ള നമ്മളെ ആവശ്യം, എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് ഡ്രസ്സ് എടുക്കണം, ഇപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാർ വേണം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബേസിക് നീഡായിട്ടുള്ള പല കാര്യങ്ങളുമാണ്.
അപ്പോൾ അതിനു വേണ്ടിയുള്ള തുക നമുക്ക് അപ്പോൾ തന്നെ സ്പെൻഡ് ചെയ്തേ മതിയാവും. അപ്പോൾ നീഡിനുള്ള തുക നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു ബോക്സ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് മണിയാണ്. സേവ് മണി. എന്തിനാണ് സേവ് മണി? നമുക്കൊരു എമർജൻസി ഫണ്ട്, നമുക്ക് ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന ഒരു എമൗണ്ടിനെയാണ് സേവ് മണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മന്ത്ലി ഇൻകത്തിൻ്റെ 6 മടങ്ങ് തുക ഇപ്പോൾ സപ്പോസ് എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഒരു 6 ലക്ഷം രൂപ ഞാൻ എപ്പോഴും സേവ് മണിയായിട്ട് ഞാൻ കീപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എൻ്റെ എമർജൻസി ഫണ്ട് എനിക്ക് ഉറപ്പുവരുത്തുക എന്നതാണ്. അതായത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. ഇവിടെ നമ്മൾ റിട്ടേണിനൊന്നല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി, എനിക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്കൊരു 6 മാസത്തേക്കുള്ള ഒരു എമർജൻസി ഫണ്ട് സേവിങ്സ് ഞാൻ കീപ്പ് ചെയ്യണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇൻവെസ്റ്റ് മണി. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% നമുക്ക് ആവറേജ് റിട്ടേൺസ് കിട്ടാവുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ മേക്ക് മണി ചെയ്തു, സേവ് മണി ചെയ്തു, അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് മണി. അപ്പോൾ ഒരു 10% ഇപ്പം നിലവിൽ നമുക്ക് റിട്ടേൺസ് കിട്ടാവുന്ന രീതിയിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് അക്യുമുലേഷൻ, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ജനറേഷൻ. അതായത് ഒന്ന് എന്നെ സംബന്ധിച്ച് ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, എൻ്റെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റ് മണി മിനിമം ഒരു 10% റിട്ടേൺ കിട്ടാവുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു 10% റിട്ടേൺ കിട്ടാൻ പോസിബിലിറ്റീസ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മ്യൂച്വൽ ഫണ്ട് നമുക്ക് കിട്ടും, സ്റ്റോക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഗോൾഡ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നോക്കിയും കണ്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ കിട്ടാനുള്ള അത് റിയൽ എസ്റ്റേറ്റിൽ എല്ലാ സ്ഥലവും ഇപ്പം മെജോറിറ്റി പോർഷനിൽ നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നോക്കിയും കണ്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 കാറ്റഗറിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് മണി ചെയ്തു, ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഞാൻ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു എമൗണ്ട് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ സ്പെൻഡ് 2 തരത്തിലാണ്, നീഡുണ്ട്, വാണ്ടുണ്ട്. അതായത് എൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാരണവശാലും ഈ മേക്ക് മണിയിൽ നിന്ന് എൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഹെൽത്തി ആകാൻ നമുക്ക് സാധിക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഫോർച്യൂണർ യൂസ് ചെയ്യണം. അപ്പോൾ ഫോർച്യൂണർ യൂസ് ചെയ്യും. ഇപ്പം എൻ്റെ അടുത്തൊരു ആഗ്രഹം ഒരു റേഞ്ച് റോവർ, ഒരു 1.5 കോടി രൂപയുടെ റേഞ്ച് റോവർ വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങൾ ഇനി റേഞ്ച് റോവർ വാങ്ങിയെന്ന് വിചാരിച്ചോ, അടുത്തത് അതിനുശേഷം ഒരു റോൾസ് റോയ്സ് വാങ്ങണമെന്നായിരിക്കും. അപ്പം നമ്മളെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം. അതായത് ഇപ്പം 1 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷത്തിലേക്കാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗ്രോ ചെയ്തത്. അതായത് 3 മടങ്ങായി. 3 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷം രൂപയിലേക്കാണ് ഗ്രോ ചെയ്തത്. ഇതും 3 മടങ്ങായി. ഇനി 10 ലക്ഷം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് 60 ലക്ഷം രൂപ, 6 മടങ്ങ്. പക്ഷെ അത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ ഇൻകം ഗ്രോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ചിലവരെ സംബന്ധിച്ച് അതനുസരിച്ച് ഗ്രോ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തുള്ള ഇൻകവും ഈ സമയത്തുള്ള എൻ്റെ ഇൻകം ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 50 മടങ്ങ് എൻ്റെ വരുമാനം കൂടിയിട്ടുണ്ട്. അതായത് ഈ സമയത്തുള്ള എൻ്റെ ഇൻകം ഈ സമയത്തുള്ള എൻ്റെ ഇൻകമായിട്ട് മിനിമം 50 മടങ്ങ്. ഇപ്പോൾ അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ 10-11 വർഷത്തിലൂടെ 50 മടങ്ങെങ്കിലും എൻ്റെ വരുമാനം കൂടിയിട്ടുണ്ട്. കാരണം ഞാനൊരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് പക്ഷെ നമ്മളൊരു ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളെ സംബന്ധിച്ച് നമ്മളെ നീഡും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ മേക്ക് മണി എന്ന് പറഞ്ഞ ഒരു പോർഷനിലൂടെ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സമ്പന്നനാകാൻ പറ്റില്ല. പക്ഷേ ഏതൊരു സാധാരണ വ്യക്തിക്കും ഈ ഒരു സിസ്റ്റം, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ സാലറി ആയിട്ട് ഏൺ ചെയ്യുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ, അതായത് നമ്മളുടെ വാൺസ് ഇൻകത്തിൽ നിന്ന്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് നമ്മൾ നിറവേറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് നമ്മൾ മേക്ക് മണി ചെയ്യുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് ഇവിടെ നമുക്കൊരു 6 മാസത്തെ എമർജൻസി ഫണ്ട് മതി. ബാക്കി തുക നമുക്ക് നേരെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഗ്രോ ചെയ്യും. അപ്പോൾ അടുത്തൊരു 10 വർഷം 15 വർഷം കഴിയുന്ന സമയത്ത് ഈ അസറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ ജോബ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ഏൺ ചെയ്യുന്ന വരുമാനത്തിനേക്കാൾ 2x 3x 5x 10x ചിലപ്പോൾ 50x ആകും. 50x ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേക്ക് മണിയിൽ നിന്ന് കൂടുതൽ തുക നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ പറ്റണം. പക്ഷേ ഇപ്പോഴേ നമ്മൾ മേക്ക് മണിയിൽ നിന്ന് നമ്മളെ വാണ്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈസ കിട്ടില്ല. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് വെൽത്ത് അക്യുമുലേഷൻ, പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇൻകം ജനറേഷന് വേണ്ടി SWP പോലെയുള്ള പല മെത്തേഡിലൂടെ നമുക്ക് ഇൻകം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വെൽത്ത് അക്യുമുലേഷൻ നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ഇപ്പോൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഇപ്പോൾ മാസത്തിൽ 2-3 തവണ ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള വെബിനാറുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതുവരെ താങ്കൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താങ്കൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമിച്ചൻ ടിപ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.